ട്രെയിനിൽ ആക്രമണത്തിനിരയായി ചികിത്സയിൽ കഴിയുന്ന ശ്രീകുട്ടിയുടെ ചികിത്സയ്ക്ക് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശം. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനാണ് നിർദ്ദേശം നൽകിയത്. മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ചികിത്സയിൽ തൃപ്തിയില്ലെന്ന് ശ്രീകുട്ടിയുടെ കുടുംബം ആരോപിച്ചതിന് പിന്നാലെയാണ് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് വിദഗ്ധ ചികിത്സ നൽകാൻ മന്ത്രി നിർദ്ദേശം നൽകിയത്. സർക്കാർ അടിയന്തരമായി ഇടപെട്ട മികച്ച ചികിത്സ ഉറപ്പാക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. ശരീരത്തിൽ 20-ലേറെ മുറിവുകളുണ്ട്. മൂക്കിൽ നിന്ന് ചോര വരുന്നുണ്ട്. ശരീരം തണുത്തു മരവിച്ച നിലയിലാണെന്നും കുടുംബം ആരോപിച്ചു. പെൺകുട്ടിയുടെ ആരോഗ്യനില അതിഗുരുതരമെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. KSFE നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ. ഒരു വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് 8.5% പലിശ. ചിട്ടിപ്പണം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ 9% വരെ ഉയർന്ന പലിശ. മുതിർന്ന പൗരന്മാർക്കുള്ള വന്ദന നിക്ഷേപ പദ്ധതിക്ക് 8.75% പലിശ. 56 വയസ്സ് തികഞ്ഞാൽ തന്നെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം. നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും ഗവൺമെന്റ് ഗ്യാരണ്ടി. ഉടനാകട്ടെ, ഇനി തന്നെ അടുത്തുള്ള KSFE ശാഖ സന്ദർശിക്കും.